ഹരേ കൃഷ്ണ. ഉത്തരകാണ്ഡത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു. കേൾക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും ആ ഭാഗം കേൾക്കണം. പിന്നെ നമ്മൾ അതിനു മുമ്പായിട്ട് ഇതുവരെ നമ്മളെ രാമായണം വായിച്ച് തീർന്നപ്പോൾ അതിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിർബന്ധമായും എല്ലാവരും കേൾക്കണം. ആ 31 ദിവസവും പ്രാവശ്യം കർക്കിടകം 32 ഉണ്ടായിരുന്നു. ആ 32 ദിവസവും നമ്മൾ രാമായണം കഥകൾ കേട്ടു. അതിൻ്റെ ഫലമാണ് നമ്മൾ അവസാനം പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോയും കൂടെ എല്ലാവരും കേൾക്കണം നിർബന്ധമായും. കാരണം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദിവസം രാമായണം കേട്ടിട്ട് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്കൊന്ന് പറയാൻ പറ്റണ്ടേ? തന്നെയല്ല അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണ്ടേ? എന്താണ് ശ്രീരാമൻ നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ വാൽമീകി മഹർഷി എന്താണ് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ആ വീഡിയോയും കൂടെ നിങ്ങൾ കേൾക്കണം. ഇനി നമ്മൾ ഉത്തരകാണ്ഡത്തിലെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ശ്രീരാമൻ 3 സഹോദരന്മാരെയും കൂട്ടി അന്തഃപുരത്തിലേക്ക് പോയി. രാമനോടൊപ്പം 3 പേരും ഇരുന്നു. രാമൻ വനവാസ ദുഃഖത്തെപ്പറ്റി പറയുന്നു. സീതാദേവി ശ്രീരാമചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ കൗസല്യ അങ്ങോട്ടേക്ക് വന്നു. സീത പുറത്തു ചെന്ന് അമ്മയെ നമസ്കരിച്ച് കൂട്ടിക്കൊണ്ടു വന്നു. എല്ലാവരും കൗസല്യയെ നമസ്കരിച്ചു. സീത കൗസല്യയ്ക്ക് യഥോവിധി സ്വീകരണം നൽകുകയും ഇരിക്കാൻ ആസനം നൽകുകയും അമ്മയെ നമസ്കരിക്കുകയും ചെയ്യുന്നു. കൂടെ വൈദേഹിയും ഇരിക്കുന്നു. 14 വർഷത്തെ വനവാസത്തിൻ്റെ കഥ ഭരതനോടും ശത്രുഘ്നോടും പറഞ്ഞിരുന്നു. അത് കേട്ട് കൗസല്യാദേവി പറഞ്ഞു, ആ കഥ ഇനിയും എനിക്ക് കേൾക്കണ്ട, കേട്ടാൽ തന്നെ എൻ്റെ പ്രാണൻ പോകും. അത് കേട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അങ്ങനെ പറയല്ലേ അമ്മ, ഈ കാര്യമൊന്ന് കേൾക്കുക തന്നെ വേണം. 14 വർഷത്തെ അന്നം ഇപ്പോൾ തരൂ. ലക്ഷ്മണൻ്റെ പ്രതിജ്ഞയുടെ കഥ അമ്മയ്ക്ക് അറിയണ്ടേ? 14 വർഷം ഗുണമണിയായ സുമിത്രാനന്ദനൻ ഭക്ഷണമേ കഴിക്കാതെയാണ് ഇരുന്നത്, ഉപവസിക്കുകയായിരുന്നു. രാവണപുത്രൻ ഇന്ദ്രജിത്ത് കഠിനമായ തപസ്സനുഷ്ഠിച്ചു. ബ്രഹ്മാവ് ഒരു വരം കൊടുത്തു. 14 വർഷം സ്ത്രീമുഖം കാണാതെയും ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും ഉപവസിക്കുന്ന മഹാത്യാഗിക്ക് മാത്രമേ ദ്വന്ദ്വയുദ്ധത്തിൽ നിന്നെ വധിക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു ആ വരം. ലക്ഷ്മണൻ ബ്രഹ്മാവ് പറഞ്ഞ വ്യവസ്ഥകൾ മുഴുവൻ പാലിച്ചു. അതുകൊണ്ടാണ് അതിഭീകരമായ ദ്വന്ദ്വയുദ്ധത്തിൽ ലക്ഷ്മണന് ഇന്ദ്രജിത്തിനെ വധിക്കാൻ കഴിഞ്ഞത്. 14 വർഷം ഞാൻ പങ്കിട്ടുകൊടുത്ത ഫലങ്ങൾ എന്നോട് മേടിച്ചത് മുഴുവൻ ഭക്ഷിക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ലക്ഷ്മണൻ. രാമൻ്റെ കഥ കേൾക്കവേ ആനന്ദാശ്രുക്കൾ അണിഞ്ഞ കൗസല്യ ലക്ഷ്മണൻ്റെ നെറുകയിൽ ചുംബിച്ചു. ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് കൗസല്യാദേവി പറഞ്ഞു, സാഗരത്തിൽ നിന്ന് കിട്ടിയ രത്നമാണ് എൻ്റെ ലക്ഷ്മണൻ. 14 വർഷം എനിക്കും കാളരാത്രിയായിരുന്നു. ഇന്ന് സുപ്രഭാതമായി. എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരൂ. കൗസല്യാദേവി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഭക്ഷണശാലയിൽ ചെന്നു. 749 ദശരഥ പത്നിമാരും കൂടി ഒരുക്കി വെച്ചിരുന്ന ദിവ്യവിഭവങ്ങൾ കൊണ്ടുവന്നു. സീതയെ ലക്ഷ്മി വധുവാക്കി ഒരുക്കി. വിശാഖ, രേവതി തുടങ്ങിയ തോഴിമാരെല്ലാവരും കൂടി സുഗന്ധദ്രവ്യങ്ങൾ പൂശി അമൂല്യ വസ്ത്രങ്ങൾ അണിയിച്ചു. സ്വർണ്ണ ചീപ്പ് കൊണ്ട് തല ചീകി. എന്നിട്ട് കൗസല്യാദേവി പറഞ്ഞു, ലക്ഷ്മി വധു സീത പാചകത്തിൻ്റെ ചുമതലകൾ നോക്കട്ടെ. ഇലക്കറി, പരിപ്പ് പായസം തുടങ്ങി എല്ലാം തയ്യാറാക്കി. ശ്രീരാമൻ ഭരതനോട് പറഞ്ഞു, 14 വർഷത്തെ ഉപവാസത്തിനു ശേഷം ലക്ഷ്മണൻ ഭക്ഷണം കഴിക്കുകയാണ്. ബ്രാഹ്മണരെ സൽക്കരിച്ചു ഭക്ഷണം നൽകണം. അതിനുശേഷം വേണം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ. ആജ്ഞ കിട്ടിയ ഉടൻ തന്നെ ഭരതൻ ബ്രാഹ്മണ ഭോജനത്തിന് ഏർപ്പാട് ചെയ്തു. മുനിജനങ്ങൾ വന്നു ധ്യാനജ്ഞാനാദികളിൽ ഏർപ്പെട്ടു. സുഗ്രീവൻ, അംഗദൻ, വിഭീഷണൻ തുടങ്ങിയ മിത്രങ്ങളൊക്കെ എത്തി.
സീതാദേവിയുടെ കടാക്ഷമാത്രയിൽ 50 വിഭവങ്ങൾ തയ്യാറായി. വറുത്തതും വേവിച്ചതും പൊടിച്ചതും പുരട്ടിയതും തുടങ്ങിയ എന്തെല്ലാമൊക്കെയോ ഉണ്ടാക്കി. ഭരതൻ ദേവന്മാർ ബ്രാഹ്മണർ എല്ലാവരെയും വിളിച്ചു വരുത്തി. രാമനെയും ആനയിച്ചു. രാമൻ ദേവന്മാരോട് അപേക്ഷിച്ചു. വനവാസം കഴിഞ്ഞു തിരിച്ചെത്തി സീത പാചകം ചെയ്തു, എല്ലാവരും അത് സ്വീകരിക്കണം. മഹേശ്വരനും ബ്രഹ്മാവിനും വളരെ സന്തോഷമായി. ശിവൻ പ്രേമഭാവത്തോടെ ബ്രഹ്മാവിൻ്റെ തോളിൽ തട്ടി എന്തോ ആലോചിച്ചു. എന്നിട്ട് രണ്ടാളും ബ്രാഹ്മണ രൂപികളായി പന്തലിൽ ചെന്നിരുന്നു. രാക്ഷസന്മാർ, വാനരന്മാർ, ചണ്ടാളന്മാർ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നിടത്താണ് ബ്രഹ്മാവും ശിവനും ചെന്നിരുന്നത്. ശ്രീരാമൻ ഹനുമാനെ പ്രത്യേകം വിളിച്ചു. എല്ലാം ഭംഗിയാക്കുന്നതിന് ചുമതലപ്പെടുത്തി. ഭക്ഷണാനന്തരം എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്ന കാര്യവും പറഞ്ഞു. എല്ലാം നോക്കിക്കൊണ്ട് വാതുക്കൽ കാവൽ നിൽക്കാനുള്ള ചുമതല ഹനുമാന് വളരെയധികം സന്തോഷം പകർന്നു. ക്ഷണിച്ചു വരുത്താത്ത 2 അതിഥികൾ വേണം എന്ന് രാമൻ കൽപ്പിച്ചതിനാൽ അതുവരെ കണ്ടിട്ടില്ലാത്ത 2 ബ്രാഹ്മണരെ കൊണ്ടുവന്നു. ബ്രാഹ്മണരായി പന്തലിൽ ഇരുന്നത് ബ്രഹ്മാവും മഹേശ്വരനും. രണ്ടാളും ശ്രീരാമചന്ദ്രനെ പ്രണമിച്ചു. ബ്രാഹ്മണരുമൊത്ത് രഘുപതി കുളിക്കുവാൻ പോയി. കുളി കഴിഞ്ഞു ആ 2 ബ്രാഹ്മണരും 3 സഹോദരന്മാരും ഒരുമിച്ചിരുന്ന് രാമൻ ഭക്ഷണം കഴിച്ചു. സീത എല്ലാവർക്കും ക്ഷണനേരം കൊണ്ട് അന്നവും വിഭവങ്ങളും വിളമ്പി. രാമൻ സ്വന്തം കൈകൊണ്ട് അന്നമെടുത്ത് ലക്ഷ്മണനെ ഊട്ടി. രാക്ഷസ വാനര മാനുഷ ജാതികളെല്ലാം അന്നവും വിഭവങ്ങളും മധുരപലഹാരങ്ങളും കഴിച്ചു. പന്തലിൽ ആകെ ബഹളം. കൊണ്ടുവരൂ, കൊടുക്കൂ, വിളമ്പൂ, മതി, കുറച്ചുകൂടി, സ്വൽപ്പം തുടങ്ങിയ വാക്കുകൾ. ഇങ്ങനെയൊരു അമൃതഭോജനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും തോന്നി. അതിനേക്കാൾ അത്ഭുതം ഇത്രയേറെ ആളുകളെ സീതാദേവി ഒറ്റയ്ക്ക് എങ്ങനെ പാചകം ചെയ്ത് വിളമ്പി എന്നുള്ളതാണ്. രാമൻ നാരായണനും സീത ലക്ഷ്മിയുമാണെന്ന് എല്ലാവർക്കും അനുഭവമായി. ബ്രഹ്മാവും ശിവനും ഞങ്ങൾ പരിശുദ്ധരായി, ഞങ്ങൾ ധന്യരായി എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ ഹനുമാനെ വിളിച്ചു. സ്വർണത്തളികയിൽ ഭക്ഷണം വിളമ്പി. ഹനുമാൻ തൊഴുതിട്ട് കൈ കാണിച്ചു. എന്താണ് കയ്യിലോ എന്ന് രാമൻ ചോദിച്ചു. പ്രസാദം കയ്യിൽ തരൂ, അത് സേവിച്ചിട്ട് കൈ ശിരസിൽ തുടയ്ക്കണമെന്ന് ഹനുമാൻ പറഞ്ഞു. സീത വിളമ്പിത്തരും, നിറയെ കഴിക്കണമെന്ന് രാമൻ നിർബന്ധിച്ചപ്പോൾ ഹനുമാൻ എന്നാൽ ഒരു തുണ്ടില മതി, സ്വർണത്തളികയിൽ ഒരിക്കലും ഞങ്ങൾ ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ഒരു വാഴയില കൊണ്ടുവന്നു. സീത തളികയിൽ കൊണ്ടുവന്ന് വിളമ്പുന്ന അന്നങ്ങളും വിഭവങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ തീർന്നുകൊണ്ടേയിരുന്നു. സീത വളരെ ആഹ്ലാദത്തോടെ വീണ്ടും വീണ്ടും കൊണ്ടുവന്നു. അതെല്ലാം അപ്പപ്പോൾ പവനനന്ദനൻ കഴിച്ചുകൊണ്ടേയിരുന്നു. ആചമനം ചെയ്ത് എഴുന്നേറ്റ് കർപ്പൂര താമ്പൂലാദികൾ കൊണ്ട് മുഖശോധനം ചെയ്തു. ശിവൻ ഢമരുവിൽ രാമഗീതം മീട്ടി. രാമനെ ആലിംഗനം ചെയ്തു. ബ്രഹ്മാവിനും സന്തോഷമായി. 2 പേരും യാത്ര പറഞ്ഞ് പുറപ്പെട്ടു. വാനരന്മാരും രാക്ഷസന്മാരും മന്ത്രിമാരും സാമന്തന്മാരുമൊക്കെ സ്വഭവനങ്ങളിലേക്ക് മടങ്ങി. ഹരേ കൃഷ്ണ. ഉത്തരകാണ്ഡത്തിലെ വലിയ ഒരു വിശേഷമാണ് ഇന്ന് നമ്മൾ വായിച്ചത്. അതായത് 14 വർഷം ലക്ഷ്മണൻ ഒന്നും കഴിക്കാതെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും കാവൽ നിൽക്കുകയായിരുന്നു. ഒന്ന് കണ്ണുപോലും 14 വർഷം അടച്ചില്ല എന്നാണ് പറയുന്നത്. ആ ലക്ഷ്മണനെ ഊട്ടുകയായിരുന്നു ശ്രീരാമചന്ദ്രൻ ഇവിടെ. വലിയ ഒരു ആഘോഷത്തോടു കൂടി എല്ലാവർക്കും ദാനം ചെയ്ത് ദേവതകൾക്കും മറ്റു ബന്ധുജനങ്ങളും എല്ലാവരെയും വിളിച്ച് വലിയൊരു ആഘോഷമായി ലക്ഷ്മണൻ്റെ ആ ഉപവാസം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? ബാക്കി ഭാഗങ്ങൾ നമുക്ക്
അടുത്ത ദിവസങ്ങളിൽ നോക്കാം. അപ്പോൾ ഇതിനു മുമ്പുള്ള ഭാഗങ്ങളൊക്കെ നിർബന്ധമായും നിങ്ങളെല്ലാവരും കേൾക്കണം. എങ്കിൽ മാത്രമേ കണ്ടിന്യൂറ്റി ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഹരേ കൃഷ്ണ.